ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായം അതിന്റെ 7 വചനത്തിൽ മനോഹരമായൊരു വാക്യമുണ്ട്. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും പിന്നെയും പൊട്ടി കിളിർക്കാതിരിക്കത്തില്ല. ഒരു വൃക്ഷത്തിന്റെ വളർച്ച കാണുമ്പോൾ അസ്വസ്ഥരായി മനുഷ്യരതിനെ വെട്ടിക്കളയും. അതിന്റെ മുകളിലേക്ക് പോകുന്ന അനുഭവം കാണുമ്പോഴാണ് വെട്ടിക്കളയണേ. എന്നാൽ ആ വെട്ടിയിടത്തു നിന്ന് തന്നെ വീണ്ടും പുതിയ മുളകൾ ആ വൃക്ഷത്തിൽ വരും. അതിനൊരു കാരണമുണ്ട്. മുകളിലേക്ക് പോകുന്ന മരത്തെയാ മനുഷ്യർക്ക് വെട്ടാൻ കഴിയത്തുള്ളൂ. അടിയിലേക്ക് പോയിട്ടുള്ള വേര് ഇവർ കണ്ടിട്ടില്ല. ഈ വേര് ഈ വൃക്ഷത്തെ വീണ്ടും ജീവിപ്പിക്കാൻ കരുത്തുള്ള വെള്ളത്തിലേക്കായതുകൊണ്ട് വെട്ടിയ ഇടത്തു നിന്ന് തന്നെ പുതിയ മുളകൾ പൊട്ടിപ്പുറപ്പെട്ടു വന്നിരിക്കും. അർത്ഥം എന്താണെന്നറിയോ? ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന നമ്മെ വെട്ടി ഇല്ലാതാക്കാൻ, തകർത്ത് കളയാൻ ഒത്തിരി മനുഷ്യര് നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കാം. നമ്മൾ വെട്ടിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ആശ്രയം ക്രിസ്തുവിലായതുകൊണ്ട്, ദൈവത്തിലായതുകൊണ്ട് വെട്ടിയ ഇടത്തു നിന്ന് തന്നെ, തകർക്കാൻ ശ്രമിച്ച ഇടത്തു നിന്ന് തന്നെ, തളർത്തിക്കളയാൻ ശ്രമിച്ച ഇടത്തു നിന്ന് തന്നെ പുതിയ മുളകളായി നാം പുറത്തു വന്നിരിക്കും. അതുകൊണ്ട് വെട്ടിയതൊക്കെ നല്ലതിനാന്നേ, പുതിയ ചിലത് നമ്മിൽ നിന്നും പുറത്തു വരാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.